ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹാഫ് സ്പേസ്. അപ്പോൾ ഇന്ന് നടന്ന മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. കൊളംബിയ വേഴ്സസ് പോർച്ചുഗലിനെ പറ്റി സംസാരിക്കാനുണ്ട്, അർജന്റീന ഗ്രൂപ്പ് ടോപ്പ് ചെയ്തതിനെ പറ്റി സംസാരിക്കാനുണ്ട്, അതേപോലെ ഓസ്ട്രേലിയ വേഴ്സസ് അൾജീരിയ. അതൊരു കിടിലൻ മാച്ച്. ആ മാച്ചിനെ പറ്റിയൊക്കെ നമുക്ക് വീഡിയോയിൽ സംസാരിക്കാനുണ്ട്. അപ്പം ഫസ്റ്റ് നടന്ന മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഗ്രൂപ്പ് എല്ലിലാണ് നടന്നത്. ഇംഗ്ലണ്ട് വേഴ്സസ് പനാമ, അതേപോലെ തന്നെ ക്രൊയേഷ്യ വേഴ്സസ് ഗാന. അപ്പോൾ ഗ്രൂപ്പ് എല്ലിൽ നിന്ന് ഓൾറെഡി ക്രൊയേഷ്യയും ഇംഗ്ലണ്ടും ഗാനയും ക്വാളിഫൈ ആയതാണ്. ഇന്നലെ നടന്ന മാച്ചിൽ ഇംഗ്ലണ്ട് പനാമയെ 2-0 എന്ന സ്കോർ ലൈൻ തോൽപ്പിക്കുകയാണ്. അതേപോലെ ഗാന വേഴ്സസ് ക്രൊയേഷ്യ മാച്ച് ക്രൊയേഷ്യ 2-1 എന്ന സ്കോർ ലൈൻ ജയിക്കുന്നുണ്ട്. അതിന് ഒന്നാം സ്ഥാനത്ത് ഇംഗ്ലണ്ടും, രണ്ടാം സ്ഥാനത്ത് ക്രൊയേഷ്യയും, മൂന്നാം സ്ഥാനത്ത് ഗാനയും. ഈ 3 ടീമും ക്വാളിഫൈ ആവുകയാണ്. പിന്നെ മാച്ച് നടന്നത് ഗ്രൂപ്പ് കെയിലാണ്. അതിൽ പോർച്ചുഗൽ വേഴ്സസ് കൊളംബിയ, അതേപോലെ തന്നെ DR കോങ്കോ വേഴ്സസ് ഉസ്ബെക്കിസ്ഥാൻ. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മാച്ച് എന്ന് പറഞ്ഞാൽ പോർച്ചുഗൽ വേഴ്സസ് കൊളംബിയ ആണ്. കാരണം ഈ മാച്ച് പോർച്ചുഗൽ ജയിക്കുകയായിരുന്നെങ്കിൽ കമ്പാരിറ്റീവ്ലി ഒരു ഈസിയർ സൈഡ് ഓഫ് ദ ഡ്രോ പോർച്ചുഗലിന് കിട്ടുമായിരുന്നു. വേൾഡ് കപ്പിൽ ഒരു ടീമും എളുപ്പമല്ല കളിക്കാൻ. പക്ഷെങ്കിൽ കമ്പാരിറ്റീവ്ലി ടീമിൻ്റെ സ്ക്വാഡും സ്ട്രെങ്ത്തും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കളി ജയിച്ചിരുന്നെങ്കിൽ വേൾഡ് കപ്പിൽ കുറച്ചുകൂടി ഒരു ഈസിയർ പാത്ത് പോർച്ചുഗലിന് കിട്ടുമായിരുന്നു. അപ്പോൾ ഈ കളി ഡ്രോ ആയാൽ പോലും കൊളംബിയയ്ക്ക് ഫസ്റ്റ് ഫിനിഷ് ചെയ്യായിരുന്നു. അപ്പം അങ്ങനെ കൊളംബിയ കളി ജയിച്ചുകൊണ്ട് കൊളംബിയ ഒരു ഈസിയർ പാത്ത് നേടിയിരിക്കുകയാണ്. അപ്പം ഇനി വരുന്ന പോർച്ചുഗലിൻ്റെ ഓപ്പണേഴ്സ് പറയുന്നത് അത്ര എളുപ്പമുള്ളതല്ല. മുമ്പോട്ട് റൗണ്ട് ഓഫ് 32 കഴിഞ്ഞ് കഴിഞ്ഞാൽ മുമ്പോട്ട് പോകുന്നത് പോസിബിൾ ഓപ്പണേഴ്സ് കുറച്ച് ടഫറാണ്. അപ്പോൾ ഇന്നലെ പോർച്ചുഗൽ ജയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, മുമ്പോട്ടുള്ള റിസൾട്ട് ഫേവറബിൾ ആയിരുന്നെങ്കിൽ നമുക്ക് ഒരു ക്വാർട്ടർ ഫൈനൽ മാച്ച് ബിറ്റ്വീൻ അർജന്റീന ആൻഡ് പോർച്ചുഗൽ കാണാൻ പറ്റിയിരുന്നു ഈ വേൾഡ് കപ്പിൽ. പക്ഷേ അത് സംഭവിക്കുന്നില്ല. അപ്പോൾ ഇന്നലത്തെ മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ കൊളംബിയ നല്ല രീതിക്കാണ് കളിച്ചത്. ഭയങ്കര ഫിസിക്കലായിരുന്നു. കോൺസ്റ്റൻ്റ്ലി ഷോട്ട് എടുക്കുന്നുണ്ട്, ഔട്ട് ഓഫ് ദ ബോക്സ് എഫേർട്സ് ഉണ്ടായിരുന്നു. ഡിയോ കോസ്റ്റയ്ക്ക് എപ്പോഴും പണി കൊടുക്കാൻ വേണ്ടിയിട്ട് കൊളംബിയയ്ക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നടന്ന മാച്ചിൽ ഡേവിഡ്സൺ സാഞ്ചസ് ഒരു ഗോൾ അടിക്കുന്നുണ്ട് ഇഞ്ചുറി ടൈമിൽ. പക്ഷേ ഇങ്ങനെ വാള് ഓവർ റൂൾ ചെയ്യാണ്. അപ്പം അങ്ങനെ ഒരു കിടിലൻ കളിയാണ് ഇന്നലെ കൊളംബിയ കാഴ്ചവെച്ചത്. അപ്പം ഇന്നലെ അങ്ങനെ കുറച്ചും കൂടിയൊക്കെ കൊളംബിയൻ പ്ലേയേഴ്സിന് ഉണ്ടായിരുന്നെങ്കിൽ പോർച്ചുഗൽ ഇന്നലെ എന്തായാലും കളി തോക്കുമായിരുന്നു. ഗ്രൂപ്പിൽ നടന്ന അടുത്ത മാച്ചിൽ ഉസ്ബെക്കിസ്ഥാൻ ഫസ്റ്റ് ഹാഫ് കഴിയുന്ന സമയത്ത് 1-0 മുമ്പിലായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ DR കോങ്കോ തിരിച്ചു വരികയാണ്. 3-1 പറഞ്ഞ സ്കോർ ലൈനിൽ DR കോങ്കോ കളി ജയിക്കുകയാണ്. അപ്പം കോങ്കോയ്ക്ക് ഓപ്പണൻസ് ആയിട്ട് റൗണ്ട് ഓഫ് 32 ഉള്ളത് ഇംഗ്ലണ്ടാണ്. പോർച്ചുഗലിനാണെങ്കിൽ ക്രൊയേഷ്യയാണ് ഓപ്പണൻസ് ആയിട്ട് റൗണ്ട് ഓഫ് 32 വരുന്നത്. അതേപോലെ കൊളംബിയ വേഴ്സസ് ഗാന മാച്ച് നമുക്ക് റൗണ്ട് ഓഫ് 32 കാണാൻ പറ്റും. പിന്നെ നടന്ന മാച്ച് ഗ്രൂപ്പ് ജെയിലാണ്. ആ മാച്ചിൽ അർജന്റീന ജോർദാൻ ഈസിലി 3-1 എന്ന സ്കോർ ലൈൻ തോൽപ്പിക്കുന്നുണ്ട്. ലൗതാറോ മാർട്ടിനസിന്റെ ഒരു പെനാൽറ്റി ഗോൾ വരുന്നുണ്ട്. അതേപോലെ ലോസെൽസോയും ലയണൽ മെസ്സിയും ഫ്രീ കിക്കിലൂടെ ഗോൾ അടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഈ ഗ്രൂപ്പിൽ അർജന്റീന ഓൾറെഡി ഫസ്റ്റ് ഫിനിഷ് ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞതാണ്. കാപ്പ വെർദെയാണ് അർജന്റീന ഓപ്പണൻസും നമുക്ക് നേരത്തെ അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഗ്രൂപ്പിൽ നടന്ന വേറൊരു മാച്ച് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ വേഴ്സസ് അൾജീരിയ. അപ്പോൾ ഈ മാച്ചിൽ അൾജീരിയക്ക് എന്തായാലും ഡ്രോ എങ്കിലും വേണമായിരുന്നു. അപ്പോൾ അൾജീരിയ ഇഞ്ചുറി ടൈം പോകുന്നെങ്കിൽ 2-2 സ്കോർ ലൈനിലാണ് ഉണ്ടായിരുന്നത്. ഇഞ്ചുറി ടൈമിൽ റിയാദ് മാഹ്റസ് ഒരു ഗോൾ അടിച്ച് അൾജീരിയക്ക് ലീഡ് കൊടുക്കുകയാണ്. പക്ഷേ ഓസ്ട്രേലിയ കുറച്ച് 90+5 ഇനിയിപ്പോൾ 6 ആണോ കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ അവിടെ ഇക്വലൈസ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ഈ രണ്ടുപേരും ഓസ്ട്രേലിയയും അൾജീരിയയും ഗ്രൂപ്പിൽ നിന്ന് ക്വാളിഫൈ ആകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാച്ചോട് കൂടി ഇറാൻ വേൾഡ് കപ്പിൽ നിന്ന് പുറത്താവാണ്. ഓസ്ട്രേലിയക്ക് സ്പെയിനാണ് റൗണ്ട് ഓഫ് 32 ഓപ്പണൻ്റായിട്ട് കിട്ടുന്നത്. അതേപോലെ അൾജീരിയക്ക് സ്വിറ്റ്സർലൻഡാണ് റൗണ്ട് ഓഫ് 32 ഓപ്പണൻ്റായിട്ട് വരുന്നത്. അപ്പോൾ റൗണ്ട് ഓഫ് 32 ഉള്ള 32 ടീമുകളും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കളിയൊക്കെ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസും തോട്ട്സും കമൻറ്റ് ചെയ്യുക. അണ്ടിൽ നെക്സ്റ്റ് ടൈം, പീസ് ഔട്ട്.